ഹായ് ചിക്കനുകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ചെനഞ്ഞ മാങ്ങയാണ്, എന്നാൽ നന്നായി പഴുത്തിട്ടുമില്ല കേട്ടോ, എന്നാൽ പഴുക്കാതിരിക്കുന്നുമില്ല. അപ്പോൾ ഞാനത് ഒരുപാട് പഴുത്തിട്ടുണ്ടോ നോക്കുകയാണ് കേട്ടോ. പഴുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചെനഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നല്ല മധുരം ഉണ്ടെങ്കിൽ അത് നമുക്ക് മാങ്ങാക്കറി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അത് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളി അരിയുമ്പോൾ നല്ല നൈസായി തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ മൺചട്ടി കൊണ്ടുവന്നു. അതിന് ശേഷം നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വറ്റി റെഡിയായപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ വേഗം തന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉള്ളി നമ്മളൊരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു തുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മാങ്ങ കൂടെ നമ്മളൊന്ന് മസാല പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ 2 മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നമ്മുടെ ഉള്ളിയിലേക്ക് ഞാൻ 3/4 സ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി നമ്മൾ മാങ്ങയിൽ ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണ് വിനീഗറും ചേർത്ത് കൊടുത്ത് ഒരിത്തിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മാങ്ങ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ 3/4 സ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വിനീഗർ ചേർക്കണ്ട, നമ്മൾ മാങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുറച്ചെടുത്തിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ബാക്കിയുള്ള ഉള്ളിയിലേക്ക് നമുക്ക് എരിവ് കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ ഞാനൊരു 1/4 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാങ്ങയും നമ്മുടെ ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നന്നായിട്ട് തന്നെ എരിവും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചിരകിയിട്ട് വേണം നമുക്കിനി ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതിൻ്റെ പാലൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൺചട്ടി നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മൺചട്ടിയിലേക്ക് നമ്മൾ 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള 2ാം പാലാണ്. ഒരു അരമുറി തേങ്ങയെന്നാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്ന. 2ാം പാല് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴും തന്നെ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്നതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും തിളച്ചതിന് ശേഷമാണ് കേട്ടോ മാങ്ങ ചേർത്ത് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെയും ചേർക്കാം, ഇല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാലിൽ ഒരുമിച്ച് വേവിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാങ്ങ കൂടെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അതോടെ വേഗം വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളി ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പച്ച കപ്പയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പയ്ക്ക ആയ കാരണം കുറച്ച് എരിവ് ഇതിലും കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്ത് അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കപ്പയ്ക്കും ഉള്ളിയൊക്കെ ആയിട്ടുള്ള മിക്സ് ഇല്ലേ, അത് നമ്മളിതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ചെറിയ തീയിൽ കിടന്നിട്ട് നമ്മുടെ കപ്പയ്ക്ക് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതവിടെ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ മാങ്ങാക്കറി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ നോക്കുമ്പോണ്ട് നമ്മുടെ മാങ്ങയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത ഉടയേണ്ട, വെന്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക്
അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒരു അര ഗ്ലാസ് കട്ടിപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് തീ ഓഫ് ചെയ്തിടണം കേട്ടോ. ചെയ്തിട്ടുണ്ടായിരുന്ന തിളപ്പിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒഴിച്ച് ഇതും ഒന്ന് മിക്സ് ചെയ്തു, അപ്പോൾ തന്നെ ഓഫ് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ കുറച്ച് കളർ കമ്മിയാണെങ്കിലും എരി നല്ലോണം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു താളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, കടുക്, വെന്തയം, 2 വറ്റൽമുളക്, ഒരു 2-3 ചെറിയുള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ, ഒരു 2 പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താണ് കേട്ടോ. നമ്മൾ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ കപ്പയ്ക്ക എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത കാരണം നമ്മുടെ എന്താ പറയുക, കപ്പയ്ക്കൊക്കെ വേകാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് വെന്ത് വരില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക് അവിടെ വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ മാങ്ങാക്കറിയൊക്കെ മാറ്റി വെച്ച് കൊടുത്തു. അതിന് ശേഷം കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് വേഗം തന്നെ ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോണ്ട് നമ്മുടെ കപ്പയ്ക്ക ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നമ്മുടെ ചീര ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു പിടി ചീരയുള്ളൂ കേട്ടോ. 2-3 ദിവസം മുമ്പ് ചീര കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ ബാക്കിയുള്ളത് വറുത്തതാണ്. അത് നന്നായി വെന്തതിന് ശേഷം ഞാൻ നമ്മുടെ കപ്പയ്ക്കയിലേക്കും അതുപോലെ നമ്മുടെ ചീരയിലേക്കും കുറേശ്ശെ തേങ്ങ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കപ്പയ്ക്കയിലേക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള നമ്മുടെ 2 ഉപ്പേരികളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കപ്പയ്ക്കും അതുപോലെ നമ്മുടെ ചീരയും റെഡി ആയിട്ടുണ്ട്. കൈയോടെ തന്നെ ഞാനത് 2 പാത്രത്തിലാക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ കുറേശ്ശെ ഉള്ളൂ കേട്ടോ. അധികമൊന്നും നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല. ഒക്കെ ഓരോ നേരം കഴിക്കേണ്ടത്, നമുക്ക് ഉച്ചക്കലേക്ക് കഴിക്കേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൈയോടെ മാറ്റി വെച്ച് കൊടുത്തു. ഇന്ന് പോയിട്ട് ഏട്ടൻ വരുമ്പോൾ ഒരു വെള്ളരിക്കയും അതുപോലെ കുറച്ച് പയറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പയർ കായ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു മാങ്ങ ഉണ്ടായിരുന്നു, അതിനെ വേഗം തന്നെ മുറിച്ചിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ മുളക് പൊടി അതുപോലെ കായപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ നാടൻ അച്ചാറും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുതിനയൊക്കെ ഒന്ന് നുള്ളി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പുതിനയുണ്ട്. അപ്പോൾ പിന്നെ അത് വെറുതെ ഒന്ന് വേസ്റ്റ് ആകാണ്ട് വേഗം തന്നെ അതൊക്കെ ഒന്ന് നുള്ളി എടുക്കുന്നുണ്ട്. അങ്ങനെ പുതിനയൊക്കെ നുള്ളി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി കേട്ടോ, പുതിനയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശം കുക്കിംഗ് പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മാങ്ങാക്കറി, അതുപോലെ നമ്മുടെ കപ്പയ്ക്ക മെഴുക്ക് വരട്ടി, അതുപോലെ ചീരപ്പേരി, അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ചമ്മന്തികൾ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചില ദിവസം അങ്ങനെയാണല്ലേ, കുറച്ച് കറികളും കുറച്ച് പണികളും കൂടുതലായിരിക്കും. ചില ദിവസം അത്ര പണികൾ ഉണ്ടാവില്ല. കുറേശ്ശെ പച്ചക്കറികൾ ഇങ്ങനെ ഫ്രിഡ്ജിലിരുന്നപ്പോൾ ഞാനിപ്പോൾ നമ്മൾ വെക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടിപ്പോകില്ലേ വേണ്ടിയിട്ട് വേഗം തന്നെ കുറേശ്ശെ അങ്ങോട്ട് വെച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ വേഗം ഉണ്ടാക്കിയെടുത്തു. അതിന് ശേഷം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അക്ഷയ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അശ്വിൻ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ എണീക്കാൻ പറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സൗകര്യം പോലെ എണീറ്റ് വരട്ടെ പറഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും കഴിക്കുകയാണ് കേട്ടോ. ഏട്ടൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അക്ഷയ ദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അക്ഷയ ദോശ ഉണ്ടാക്കി തരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ ഇനിയിപ്പം നമുക്ക് ചോറൊക്കെ ഒന്ന് ആക്കിയെടുക്കണം
കേട്ടോ. ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് നമ്മുടെ അശ്വിൻ എല്ലാം എണീറ്റ് വരുന്നത് കേട്ടോ. ലീവായ കാരണം എന്താ പറയുക, അവൻ്റെ ഇഷ്ടത്തിന് എണീറ്റോട്ടെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആക്കി ഏട്ടനൊക്കെ ജോലിക്ക് പോയി കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ അടുക്കള കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ തന്നെ നമ്മുടെ അടുപ്പൊക്കെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അക്ഷയ കുറേ പാത്രങ്ങളെല്ലാം കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായി പിന്നെ പാത്രങ്ങളൊക്കെ എനിക്ക് അത്ര കഴുകേണ്ടി വരുന്നില്ല. എന്താ പറഞ്ഞാൽ ആൾക്ക് ലീവായ കാരണം പാത്രങ്ങളൊക്കെ മിക്കവാറും കഴുകി തരും കേട്ടോ. എനിക്കതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ അധികം ഉണ്ടാകും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയെടുക്കും, ബാക്കിയൊക്കെ എനിക്ക് കഴുകി തരും കേട്ടോ. അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പ് ഇവിടവും എല്ലാവിടവും മുകളും താഴവും ഒക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിപ്പോൾ നമ്മുടെ വെക്കേഷനും തീരാറായിട്ടുണ്ട്. ഇനി സ്കൂൾ തുറന്ന ഇതിവിടെ ഓട്ടോ ആയിരിക്കും നമുക്ക്. അങ്ങനെ നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ തുടയ്ക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും കഴുകി അടുക്കള ക്ലീൻ ചെയ്യുന്നതിനുള്ളിൽ നമ്മുടെ അക്ഷയ എല്ലാവടെയും നമുക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് തുടച്ചെടുക്കുകയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് എല്ലാവടെയും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.